നിങ്ങൾ 2026-ലെ കേരള നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസറായി ചുമതലയേൽക്കാൻ പോകുന്ന വ്യക്തിയാണല്ലോ. ഈ സുപ്രധാന ദൗത്യത്തിന് നിങ്ങളെ പൂർണ്ണമായി സജ്ജമാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള നിർദ്ദേശങ്ങൾ, അതായത് ഡൂസ് ആൻഡ് ഡോൺട്സ് ഫോർ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന രേഖയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ അനാവശ്യമായ ഉപമകളോ കഥകളോ ഒന്നും പറയുന്നില്ല. പൂർണ്ണമായും ഈ രേഖയിലുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രമായിരിക്കും സംസാരിക്കുന്നത്. ശരി, നമുക്കിത് വിശദമായി പരിശോധിക്കാം. തുടങ്ങാമല്ലേ? ഡിസ്പാച്ച് സെന്ററിൽ നിന്ന് ഇലക്ഷൻ സാമഗ്രികൾ ഏറ്റുവാങ്ങുന്നത് മുതൽ അവ തിരികെ ഏൽപ്പിക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പിഴവുകളില്ലാതെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. തിരക്കേറിയ ഒരു ഡിസ്പാച്ച് സെന്ററിൽ മെഷീനുകൾ ഏറ്റുവാങ്ങുമ്പോൾ തന്നെ നമ്മൾ വലിയൊരു പരിശോധന നടത്തണമല്ലോ. തീർച്ചയായും. അവിടെയാണ് തിരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ സുരക്ഷാ വീഴ്ച നമ്മൾ ഒഴിവാക്കേണ്ടത്. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, വിവിപാറ്റ് എന്നിവ തന്നെയാണോ കിട്ടിയിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തണം. അത് വെറുതെ ഒന്ന് നോക്കിയാ പോരല്ലോ. പോരാ. അഡ്രസ് ടാഗുകളിലെ യൂണിറ്റ് ഐഡികൾ ഓരോ മെഷീനിന്റെയും പുറകിലുള്ള മെറ്റാലിക് പ്ലേറ്റിലെ ഐഡിയുമായി കൃത്യമായി ഒത്തുനോക്കണം. ഓരോന്നും എടുത്ത് നോക്കണം. അതെ, ഇതിന് വളരെ കൃത്യമായൊരു കാരണമുണ്ട്. ഓരോ ബൂത്തിലേക്കുമുള്ള മെഷീനുകളിൽ ആ ബൂത്തിലെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. മെഷീനുകൾ മാറിപ്പോയാൽ നിങ്ങൾ നടത്താൻ പോകുന്ന വോട്ടെടുപ്പ് പൂർണ്ണമായും അസാധുവാകും. അതായത് സാങ്കേതികമായി മാത്രമല്ല, നിയമപരമായും അതൊരു വലിയ പിഴവാണ്. അപ്പോ ഈ യൂണിറ്റുകൾ വാഹനത്തിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിവിപാറ്റ് മെഷീനിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ പുറകിലുള്ള പേപ്പർ റോൾ നോബ്. അതെ, ആ നോബ് വളരെ പ്രധാനമാണ്. അതെപ്പോഴും സമാന്തരമായി, അതായത് ഹൊറിസോണ്ടലായി വെക്കണം എന്ന് ഇത്ര കർശനമായി പറയുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ വോട്ടെടുപ്പ് സമയത്ത് അത് ലംബമായി അഥവാ വെർട്ടിക്കലായി വെക്കുകയും വേണം. ഈ മാറ്റം ശരിക്കും എന്തിനാണ്? ഇതിന്റെ പിന്നിലുള്ള സാങ്കേതിക കാരണം മനസ്സിലാക്കിയാല് പിന്നെ നിങ്ങളിത് മറക്കില്ല. വിവിപാറ്റിന്റെ പേപ്പർ റോൾ നോബ് സമാന്തരമായി വെക്കുമ്പോൾ ഉള്ളിലെ പേപ്പർ റോൾ ശരിക്കും ഫിസിക്കലായി ലോക്ക് ചെയ്യപ്പെടുകയാണ്. ലോക്കാകുന്നതാണല്ലേ? അതെ. ഡിസ്പാച്ച് സെന്ററിൽ നിന്ന് പോളിംഗ് ബൂത്തിലേക്കുള്ള യാത്രയില് വാഹനത്തിന് നല്ല കുലുക്കമുണ്ടാകുമല്ലോ. അപ്പോ നോബ് ലോക്ക് ചെയ്തില്ലെങ്കിൽ ഈ കുലുക്കത്തിൽ പേപ്പർ ചുരുള് അഴിഞ്ഞു വീഴുകയും മെഷീനിൽ കുരുങ്ങുകയും ചെയ്യും. വലിയ പണിയാകും അത്. തീർച്ചയായും. മാത്രമല്ല, സെൻസർ ഇത് പ്രിന്റിംഗ് എററായി തെറ്റിദ്ധരിച്ച് നിരന്തരം പ്രവർത്തിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോ പോളിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിവിപാറ്റിന്റെ ബാറ്ററി പൂർണ്ണമായും ചോർന്നു പോകാൻ ഇത് കാരണമാകും. അപ്പൊ ബാറ്ററി ഡൗൺ ആവും. മുമ്പമായി മാറ്റുകയും വേണം. അപ്പോൾ മാത്രമാണ് പേപ്പർ സുഗമമായി താഴേക്ക് പ്രിന്റ് ചെയ്ത് വരികയുള്ളൂ. വളരെ വ്യക്തമായൊരു കാരണമാണ് അതിന് പിന്നിലുള്ളത്. ഡിസ്പാച്ച് സമയത്ത് മെഷീനുകൾ കേബിൾ വഴി പരസ്പരം ബന്ധിപ്പിക്കാനോ വിവിപാറ്റ് ടെസ്റ്റ് ചെയ്യാനോ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടിയുണ്ടല്ലോ. അതെ. അതും ഈ പറഞ്ഞ പോലെ ബാറ്ററി ചാർജ് അനാവശ്യമായി കുറയാതിരിക്കാൻ വേണ്ടിയാണ്. ശരി. അപ്പോ പോളിംഗ് ബൂത്തിലെത്തിയാൽ പിന്നെ അവിടെ ഒരുക്കങ്ങൾ നടത്തുകയാണല്ലോ നമ്മൾ. അവിടെ പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിടം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനമാണ്. കാരണം അവർ വോട്ടർമാരെ തിരിച്ചറിയാനിരിക്കുന്നവരാണ്. എന്നാൽ വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം യാതൊരു കാരണവശാലും ലംഘിക്കപ്പെടാനും പാടില്ല. അതായത് ഏജന്റുമാർക്ക് എന്ത് കാണാം, എന്ത് കാണാൻ പാടില്ല എന്നതിനൊക്കെ കൃത്യമായ റൂളുണ്ട്. അതെ. പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിടം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ നിന്ന് കൃത്യമായ അകലത്തിലായിരിക്കണം. കമ്പാർട്ട്മെന്റിനുള്ളിലിരിക്കുന്ന ബാലറ്റ് യൂണിറ്റോ വിവിപാറ്റോ അവർക്ക് കാണാൻ പാടില്ല. ഒരു വോട്ടർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് അവർ കാണാനിടയാകരുത്, അല്ലേ? ഒരിക്കലുമില്ല. പിന്നെ പോളിംഗ് സ്റ്റേഷനിലെ ലൈറ്റിംഗും പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈറ്റിംഗിൽ എന്ത് പ്രശ്നമാണ് വരിക? ഈ വിവിപാറ്റിനു മുകളിൽ നേരിട്ട് പ്രകാശം പതിക്കുന്ന രീതിയിൽ ഉയർന്ന പവറുള്ള ബൾബുകളോ ഹാലോജൻ ലൈറ്റുകളോ ഇടാൻ പാടില്ല. അങ്ങനെ ഒരു റൂളുണ്ടോ? ഉണ്ട്. കാരണം അമിതമായ പ്രകാശം വിവിപാറ്റിലെ സെൻസറുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. അത് പ്രിന്റിങ്ങിനെ ബാധിക്കാം. മനസ്സിലായി. ഇനി പോളിംഗ് ബൂത്തിനകത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നൊരു നിയമം കൂടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എന്താണ്? ആരെങ്കിലും വോട്ട് ചെയ്യാൻ വരുമ്പോൾ വോട്ടറുടെ ഐഡന്റിറ്റിയിൽ തർക്കമുണ്ടായാൽ പോലീസിനെ അകത്തേക്ക് വിളിച്ച് പരിശോധിക്കാൻ പാടില്ലേ? പാടില്ല.
അത് വളരെ വ്യക്തമായൊരു നിയമമാണ്. വോട്ടർമാരുടെ ഐഡന്റിറ്റി പരിശോധിക്കേണ്ടത് പൂർണ്ണമായും പ്രിസൈഡിംഗ് ഓഫീസറുടെയും മറ്റു പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും ചുമതലയാണ്. അപ്പൊ പോലീസിന് അതിൽ റോളില്ല? ഇല്ല. അല്ലാതെ പോലീസിന്റെയോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയോ ഡ്യൂട്ടി അല്ലാതെ. ഇനി അവിടെ എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ നിങ്ങളുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മാത്രമേ അവരെ ബൂത്തിനകത്തേക്ക് വിളിക്കാവൂ. അതൊരു വലിയ പോയിന്റാണ്. പിന്നെ മറ്റൊരു കാര്യം, പോളിംഗ് ബൂത്തിനകത്ത് മൊബൈൽ ഫോണുകൾ പൂർണ്ണമായും സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ സൈലന്റ് മോഡിലായിരിക്കണം. അത് ഉദ്യോഗസ്ഥർക്ക് ബാധകമാണോ? തീർച്ചയായും. ഇത് ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും ഒരുപോലെ ബാധകമാണ്. ഈ ആശയവിനിമയ സിഗ്നലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഉപകരണങ്ങളൊന്നും ബൂത്തിനകത്ത് പാടില്ല. ശരി. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി യഥാർത്ഥ വോട്ടെടുപ്പിന് മുൻപായി പോളിംഗ് ഏജന്റുമാരെയും നമ്മളെ തന്നെയും മെഷീന്റെ പ്രവർത്തനക്ഷമത ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മോക്ക് പോൾ എന്ന ഈ ഘട്ടം ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒന്നാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് മോക്ക് പോൾ. പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ വേണം ഇത് നടത്താൻ. ഇനി രാവിലെ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ പരമാവധി 15 മിനിറ്റ് വരെ അവർക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ കാത്തിരിക്കേണ്ടതില്ല അല്ലേ? വേണ്ട. പിന്നെ മോക്ക് പോളിൽ ഏറ്റവും കുറഞ്ഞത് 50 വോട്ടുകളെങ്കിലും ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. അപ്പോ നോട്ടോ ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യണോ? തീർച്ചയായും. നോട്ടോ ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും കുറഞ്ഞത് 1 വോട്ടെങ്കിലും നൽകിയിരിക്കണം. ഈ 50 വോട്ടെന്ന് പറയുന്നത് മെഷീനിലെ എല്ലാ ബട്ടണുകളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഓരോ വോട്ടും കൃത്യമായി എണ്ണപ്പെടുന്നുണ്ട് എന്നും ഉറപ്പാക്കാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മിനിമമാണ്. ഏജന്റുമാരെ കൊണ്ട് തന്നെ വോട്ട് ചെയ്യിപ്പിച്ച് അവർ നൽകിയ വോട്ടും കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ടും VVPAT സ്ലിപ്പുകളും കൃത്യമാണോ എന്ന് നമ്മൾ ഒത്തുനോക്കണം. അതെ, എല്ലാം കൃത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഇതിനുശേഷം ചെയ്യുന്ന കാര്യമാണല്ലോ ഈ പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള ഇടം, കൺട്രോൾ യൂണിറ്റ് ക്ലിയർ ചെയ്യുക എന്നത്. അത് മറന്നുപോയാൽ നിങ്ങളുടെ പോളിംഗ് ബൂത്തിലെ മുഴുവൻ വോട്ടെടുപ്പും അസാധുവാകും. മോക്ക് പോളിന് ശേഷം കൺട്രോൾ യൂണിറ്റിലെ ക്ലിയർ ബട്ടൺ അമർത്തി മോക്ക് പോൾ ഡേറ്റ പൂർണ്ണമായും മായ്ച്ചു കളയണം. അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. അതിനുശേഷം VVPAT ഡ്രോപ്പ് ബോക്സ് തുറന്ന് അതിൽ വീണ മോക്ക് പോൾ സ്ലിപ്പുകൾ മുഴുവനായി പുറത്തെടുക്കണം. എന്നിട്ട് ഡ്രോപ്പ് ബോക്സ് കാലിയാണെന്ന് ഏജന്റുമാരെ കാണിച്ചു ബോധ്യപ്പെടുത്തണം. ഈ ഡാറ്റ മായ്ക്കാതിരുന്നാൽ പിന്നെ എന്താ സംഭവിക്കുക? മായ്ക്കാതിരുന്നാൽ യഥാർത്ഥ വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ മോക്ക് പോളിലെ വോട്ടുകളും യഥാർത്ഥ വോട്ടുകളും തമ്മിൽ കൂടിച്ചേരും. പിന്നെ അത് വേർതിരിക്കുക എന്നത് അസാധ്യമാണ്. അത് വലിയ തലവേദനയാകും. അതെ. അതുകൊണ്ട് ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ കൺട്രോൾ യൂണിറ്റിന്റെ റിസൾട്ട് സെക്ഷനും VVPAT ഡ്രോപ്പ് ബോക്സും സീൽ ചെയ്യാവൂ. എന്നിട്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ടിലെ പാർട്ട് 1, അതായത് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് പൂരിപ്പിച്ച് ഏജന്റുമാരുടെ ഒപ്പം വാങ്ങണം. അപ്പോ ഇതെല്ലാം അർത്ഥമാക്കുന്നത് എന്താണ്? ഇവിടെ ഒരു പ്രായോഗികമായൊരു പ്രശ്നം ചോദിക്കാം. വോട്ടെടുപ്പ് തുടങ്ങി, ഒരു ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയ സമയത്ത് മെഷീൻ തകരാറിലാവുന്നു എന്ന് കരുതുക. പുറത്ത് വോട്ടർമാരുടെ വലിയൊരു ക്യൂ നിൽക്കുന്നുണ്ട്. പുതിയ മെഷീൻ കൊണ്ടുവരുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ 50 വോട്ട് ചെയ്ത് മോക്ക് പോൾ നടത്തണോ? അതവിടെ വലിയൊരു പ്രതിഷേധത്തിൽ കാരണമായില്ലേ? ഇത് പലർക്കും ഉണ്ടാകുന്ന വലിയൊരു സംശയമാണ് കേട്ടോ. ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ വ്യവസ്ഥയുണ്ട്. വോട്ടെടുപ്പ് സമയത്ത് VVPAT മാത്രമാണ് തകരാറിലാകുന്നത് എങ്കിൽ പുതിയ VVPAT കണക്ട് ചെയ്ത ശേഷം വീണ്ടും മോക്ക് പോൾ നടത്തേണ്ടതില്ല. VVPAT മാറ്റിയാൽ മോക്ക് പോൾ വേണ്ട? വേണ്ട. കാരണം കൺട്രോൾ യൂണിറ്റിൽ വോട്ടുകൾ അപ്പോഴും സുരക്ഷിതമാണ്. എന്നാൽ മുഴുവൻ യൂണിറ്റും, അതായത് ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT എന്നിവ അടങ്ങിയ പൂർണ്ണമായ സെറ്റും മാറ്റുകയാണെങ്കിൽ നിർബന്ധമായും മോക്ക് പോൾ നടത്തണം. അവിടെ വീണ്ടും 50 വോട്ട് ചെയ്യണോ? ഇല്ല, അവിടെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ 50 വോട്ട് ചെയ്യേണ്ടതില്ല. പകരം നോട്ട ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഓരോ വോട്ട് വീതം മാത്രം നൽകി മെഷീന്റെ പ്രവർത്തനം ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയാൽ മതിയാകും. അത് ആശ്വാസാണ്, സമയലാഭം കിട്ടും. അതെ. പക്ഷെ അതിനുശേഷവും മുൻപ് പറഞ്ഞതുപോലെ ഡാറ്റ ക്ലിയർ ചെയ്യുകയും VVPATലെ സ്ലിപ്പുകൾ മാറ്റുകയും വേണം കേട്ടോ. അത് മറക്കരുത്. ആ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് യഥാർത്ഥ വോട്ടെടുപ്പിലേക്ക് വരാം. ആദ്യത്തെ വോട്ടർ വന്ന് വോട്ടർമാരുടെ രജിസ്റ്ററിൽ, അതായത് ഫോറം 17A ഒപ്പിടുന്നതിനു മുൻപ് ഒരു സുപ്രധാന പരിശോധന കൂടി കൺട്രോൾ യൂണിറ്റിൽ നടത്തേണ്ടതുണ്ടല്ലോ. വോട്ടെടുപ്പ് ആരംഭിക്കുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റിലെ ആകെ വോട്ട് 0 അഥവാ 0 ആണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അപ്പൊ ആർക്കും സംശയമില്ലല്ലോ? അതെ.
മോക്പോൾ ഡേറ്റ മുഴുവൻ ക്ലിയർ ആയിട്ടുണ്ടോ എന്നതിന്റെ അവസാനത്തെ ഉറപ്പാക്കലാണിത്. എന്നിട്ട് പോളിംഗ് ഓഫീസർ 1 ഫോറം 17A-യിൽ മഷിപ്പേന ഉപയോഗിച്ച് അങ്ങനെ രേഖപ്പെടുത്തണം. എന്ത് രേഖപ്പെടുത്തണം? കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ പരിശോധിച്ചു, അത് 0 ആണെന്ന് കണ്ടു എന്ന് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തണം. ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. പിന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ അമർത്തിക്കൊണ്ടിരിക്കണം. അതെന്തിനാണ്? അതിലെ വോട്ടുകളുടെ എണ്ണവും ഫോറം 17A-യിൽ അവസാനം രേഖപ്പെടുത്തിയ സീരിയൽ നമ്പറും എപ്പോഴും തുല്യമാണോ എന്ന് നോക്കാനാണ്. രണ്ടും ടാലി ആയിരിക്കണം. ശരി. ഇനി സാങ്കേതികമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മെഷീനുകൾ തമ്മിലുള്ള കേബിളുകളുടെ കാര്യമാണ്. ടേബിളിന്റെ കാലിൽ സുതാര്യമായ ടേപ്പ്, അതായത് ട്രാൻസ്പെറന്റ് ടേപ്പ് ഉപയോഗിച്ച് ഈ കേബിൾ ഒട്ടിച്ചുവെക്കണം എന്ന നിർദ്ദേശമുണ്ട്. അതെ, അത് വളരെ പ്രധാനമാണ്. കാരണം വോട്ട് ചെയ്യാൻ കയറുന്ന ആളുടെ കാല് തട്ടി ഈ കേബിളിൽ കുരുങ്ങിയാൽ യന്ത്രങ്ങൾ താഴെ വീഴുകയും വോട്ടെടുപ്പ് തടസ്സപ്പെടുകയും ചെയ്യും, അല്ലേ? കൃത്യമായി പറഞ്ഞു. അങ്ങനത്തെ അബദ്ധങ്ങൾ ഒഴിവാക്കാനാണ് ഈ ടേപ്പ് ഒട്ടിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്കൊപ്പം പോളിംഗ് ബൂത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ചുകൂടി നമുക്ക് സംസാരിക്കാം. അന്ധരായതോ അല്ലെങ്കിൽ ശാരീരിക അവശതകളുള്ളവരോ ആയ വോട്ടർമാർ വരുമ്പോൾ അവർക്ക് സഹായിയെ ഒപ്പം കൂട്ടാൻ അനുവദിക്കാമോ? ഒരു പാർട്ടി പ്രവർത്തകന് തന്നെ അവിടെ നിന്ന് എല്ലാവരെയും സഹായിക്കാൻ കഴിയുമോ? അങ്ങനെ നിയമം അനുവദിക്കുന്നുള്ളൂ. അപ്പോ ഒന്നിൽ കൂടുതൽ പേരെ സഹായിക്കാൻ പറ്റില്ല? പറ്റില്ല. സഹായിയായി വരുന്ന വ്യക്തി അനുവദിക്കാൻ പാടില്ല. വളരെ ലളിതമായ ഒരു ചെക്കിംഗ് ആണത്. ഇനി മറ്റൊരു പ്രതിസന്ധി നോക്കാം. ഒരാൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അയാളുടെ പേരിൽ മറ്റൊരാൾ ഇതിനകം വോട്ട് ചെയ്തു പോയതായി കാണുന്നു. ഈ വന്ന വ്യക്തിയാണ് യഥാർത്ഥ വോട്ടർ എന്ന് തിരിച്ചറിയൽ രേഖകളിലൂടെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യമായാൽ എന്താണ് ചെയ്യേണ്ടത്? EVM-ൽ വോട്ട് ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കാമോ? ഇല്ല, EVM വഴി വോട്ട് ചെയ്യാൻ അനുവദിക്കരുത്. ഇതിനെയാണ് ടെൻഡേർഡ് വോട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓ, EVM വഴി പറ്റില്ലേ? പിന്നെ എങ്ങനെ വോട്ട് ചെയ്യും? ഒരാൾ ചെയ്ത വോട്ട് EVM-ൽ നിന്ന് റദ്ദാക്കുക എന്നത് രഹസ്യ സ്വഭാവം ലംഘിക്കപ്പെടുന്ന കാര്യമാണ്. അതിനാൽ യഥാർത്ഥ വോട്ടറെ EVM വഴി വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതിനു പകരം അവർക്ക് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ നൽകി വോട്ട് ചെയ്യിപ്പിക്കണം. ശരി, ബാലറ്റ് പേപ്പർ വഴി. അതെ. ഈ വോട്ട് ഒരു പ്രത്യേക കവറിൽ സീൽ ചെയ്ത് സൂക്ഷിക്കുകയും ഈ വിവരം പ്രത്യേകമായി നൽകിയിട്ടുള്ള ടെൻഡേർഡ് വോട്ടർമാരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും വേണം. ഇവിടെയാണ് ഈ വിഷയം കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഞാൻ പോളിംഗ് സ്റ്റേഷനിൽ സംഭവിച്ചേക്കാവുന്ന വളരെ പ്രായോഗികമായ മറ്റൊരു കാര്യം ചോദിക്കാം. ചോദിക്കൂ. ഒരു വോട്ടർ വരുന്നു, ഐഡന്റിറ്റി തെളിയിക്കുന്നു, ഫോറം 17A രജിസ്റ്ററിൽ ഒപ്പും വെക്കുന്നു. പക്ഷേ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് നോക്കിയിട്ട് അയാൾ പറയുന്നു, എനിക്ക് വോട്ട് ചെയ്യാൻ താൽപ്പര്യമില്ല, ഞാൻ പോവുകയാണെന്ന്. അയാളെ വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നിർബന്ധിക്കാൻ കഴിയുമോ? ഒരു വോട്ടറെയും വോട്ട് ചെയ്യാൻ നിർബന്ധിക്കാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന നിയമം. രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം വോട്ട് ചെയ്യുന്നില്ല എന്ന് വോട്ടർ തീരുമാനിച്ചാൽ അവരെ ബലമായി പിടിച്ചു നിർത്താൻ നമുക്ക് അധികാരമില്ല. അപ്പോൾ രജിസ്റ്ററിൽ ഒപ്പിട്ടതോ? അവിടെ എന്ത് ചെയ്യും? ഇത്തരം സാഹചര്യത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യേണ്ടത് രജിസ്റ്ററിലെ റിമാർക്സ് കോളത്തിൽ ആ വിവരം രേഖപ്പെടുത്തുക എന്നതാണ്. അതായത് റിഫ്യൂസ് ടു വോട്ട് എന്നെഴുതി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കുക. അപ്പൊ ആ സീരിയൽ നമ്പർ അവിടെ കിടക്കട്ടെ, അല്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ പേരിൽ ഫോറം 17A രജിസ്റ്ററിലെ സീരിയൽ നമ്പറുകൾ വെട്ടിത്തിരുത്താനോ മാറ്റം വരുത്താനോ യാതൊരു കാരണവശാലും പാടില്ല എന്നതാണ് റൂള്. നമ്പർ വെട്ടിത്തിരുത്തിയാൽ വലിയ പ്രശ്നമാകുമോ? തീർച്ചയായും. നമ്പർ വെട്ടിത്തിരുത്തിയാൽ അതാകെ കണക്കുകളെ താറുമാറാക്കും. അതുപോലെ തന്നെ വോട്ട് ചെയ്യുമ്പോൾ അതിന്റെ രഹസ്യ സ്വഭാവം ലംഘിക്കുന്ന രീതിയിൽ വോട്ടർ പെരുമാറിയാലും ആ വ്യക്തിയെ വോട്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. അത് കർശനമായി പാലിക്കേണ്ടതാണ്. ഇനി ചലഞ്ച് ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ കാര്യം കൂടി നോക്കാം. ഒരു വോട്ടറുടെ ഐഡന്റിറ്റി തെറ്റാണെന്ന് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പോളിംഗ് ഏജന്റ് ചോദ്യം ചെയ്താൽ വെറുതെ വാക്കാൽ പറഞ്ഞാൽ മതിയോ? എന്താണ് അതിന്റെ ഒരു നടപടിക്രമം? വെറുതെ പറഞ്ഞാൽ പോരാ. ഒരു പോളിംഗ് ഏജന്റ് ഒരു വോട്ടറുടെ ഐഡന്റിറ്റി ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യമേ തന്നെ 2 രൂപ ക്യാഷായി കെട്ടിവെക്കേണ്ടതുണ്ട്. 2 രൂപയോ? അതിപ്പോ എന്തിനാണ്? വെറുതെ അനാവശ്യമായി ചലഞ്ച് ഉന്നയിച്ച് പോളിംഗ് തടസ്സപ്പെടുത്താതിരിക്കാനാണ് ഈ ഫീസ് ഈടാക്കുന്നത്. തുക കെട്ടിവെച്ച ശേഷം മാത്രമേ പ്രിസൈഡിംഗ് ഓഫീസർ ആ ചലഞ്ച് അന്വേഷിക്കാൻ പാടുള്ളൂ. അന്വേഷണത്തിൽ അത് യഥാർത്ഥ വോട്ടറാണെന്ന് തെളിഞ്ഞാൽ എന്ത് ചെയ്യും? അന്വേഷണത്തിൽ ആ വ്യക്തി യഥാർത്ഥ വോട്ടറാണെന്ന് ബോധ്യപ്പെട്ടാൽ
അതായത് ഏജന്റ് ചെയ്ത ചലഞ്ച് തെറ്റാണെങ്കിൽ ആ കെട്ടിവെച്ച 2 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടും. എന്നിട്ട് വോട്ടറെ സാധാരണ പോലെ EVMൽ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യും. വളരെ കൃത്യമായ നടപടിക്രമം. ഇനി നമ്മൾ ഈ നീണ്ട പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വൈകുന്നേരം 6 മണിയാണെന്ന് കരുതുക. കൃത്യം 6 മണിക്ക് തന്നെ പുറത്ത് ക്യൂവിലുള്ള ആളുകൾക്ക് നമ്മൾ വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കണോ, അതോ 6 മണിക്ക് മെഷീൻ ഓഫ് ചെയ്യണോ? നിശ്ചയിച്ച സമയത്തിനു മുൻപായി ക്യൂവിൽ വന്ന് നിന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകണം എന്നത് നിർബന്ധമാണ്. അപ്പോൾ പുതിയ ആളുകൾ വന്ന് കയറിയാലോ? അത് തടയാൻ വേണ്ടി 6 മണിയാകുമ്പോൾ ക്യൂവിൽ ഏറ്റവും പിന്നിലുള്ള ആൾ മുതൽ മുൻപോട്ടെന്ന ക്രമത്തിൽ വേണം നമ്മൾ നമ്പറിട്ട സ്ലിപ്പുകൾ നൽകാൻ. ഓ, പിന്നിൽ നിന്ന് നൽകണം അല്ലേ? അതെ. എന്തിനാണ് പിന്നിൽ നിന്ന് നൽകുന്നത് എന്ന് വെച്ചാൽ 6 മണിക്ക് ശേഷം പുതിയതായി ആരും വന്ന് ക്യൂവിൽ കയറുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ്. പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട ഈ സ്ലിപ്പുകൾ കൈവശമുള്ളവർക്ക് മാത്രമേ നിശ്ചിത സമയത്തിന് ശേഷം വോട്ട് ചെയ്യാൻ അനുവാദമുള്ളൂ. അത് വളരെ സ്മാർട്ടായ ഒരു രീതിയാണ്. ഈ ക്യൂവിലുള്ള അവസാനത്തെ ആളും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആശ്വാസമായി. അതിനുശേഷം ചെയ്യേണ്ടത് കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തുക എന്നതാണ്. അവസാനത്തെ വോട്ടും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിർബന്ധമായും കൺട്രോൾ യൂണിറ്റിലെ ഈ ക്ലോസ് ബട്ടൺ അമർത്തണം. അത് അമർത്തിയില്ലെങ്കിൽ മെഷീൻ വീണ്ടും വോട്ടുകൾ സ്വീകരിക്കാൻ സജ്ജമായി തന്നെയിരിക്കും. അത് വലിയ റിസ്ക് ആണല്ലോ. ക്ലോസ് ബട്ടൺ അമർത്തിയ ശേഷം കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തിയ ആകെ വോട്ടുകളുടെ എണ്ണം പരിശോധിച്ച് അത് ഫോറം 17C അതായത് അക്കൗണ്ട് ഓഫ് വോട്ട്സ് പാർട്ട് 1 കൃത്യമായി രേഖപ്പെടുത്തണം. ഇതിന്റെ കോപ്പികൾ ഒപ്പിട്ട് പോളിംഗ് ഏജന്റുമാർക്ക് നൽകുകയും വേണം. ഇതിന് ശേഷമാണ് ഉപകരണങ്ങൾ സീല് ചെയ്യുന്ന ഘട്ടം. കേബിളുകൾ വേർപെടുത്തുന്നതിന് മുൻപായി കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. സീലിംഗ് പ്രക്രിയയിലെ വിവിപാറ്റിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നാം പാലിക്കേണ്ടതുണ്ട്. അതിലെ പവർ പാക്ക് അഥവാ ബാറ്ററി ഊരിമാറ്റണമെന്നത്. എന്തിനാണ് സീല് ചെയ്യുന്നതിന് മുൻപ് ബാറ്ററി ഊരിമാറ്റുന്നത്? വിവിപാറ്റ് അതിന്റെ ക്യാരിയിങ് കേസിലേക്ക് മാറ്റുന്നതിനു മുൻപായി ബാറ്ററി നിർബന്ധമായും ഊരിമാറ്റിയിരിക്കണം. ഇതും പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ഊരിമാറ്റിയില്ലെങ്കിൽ എന്താ പ്രശ്നം? ബാറ്ററി ഊരിമാറ്റിയില്ലെങ്കിൽ തിരികെ കൊണ്ടുപോകുന്ന യാത്രയിൽ വല്ല തട്ടലോ മുട്ടലോ ഏൽക്കുമ്പോൾ മെഷീൻ പവർ ഓൺ ആവുകയോ അനാവശ്യമായി പ്രിന്റിംഗ് നടക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. ഇത് മെഷീനിന്റെ സീലിംഗ് പ്രോട്ടോകോൾ ലംഘിക്കപ്പെടുന്നതിന് തുല്യമാകും. അതൊഴിവാക്കാൻ ബാറ്ററി ഊരിയേ പറ്റൂ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മെഷീനുകളിലോ അതിന്റെ പെട്ടികളിലോ സീൽ ചെയ്യാൻ മെഴുക് അഥവാ വാക്സ് യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. മെഴുകുരുക്കി ഒഴിച്ചാൽ അത് മെഷീന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാനും ബട്ടണുകൾ കേടാകാനും സാധ്യതയുള്ളതുകൊണ്ടാണത്. ഓരോ യൂണിറ്റും അവയുടെ പെട്ടികളിലാക്കി ഇരുവശങ്ങളിലുമുള്ള ദ്വാരങ്ങളിലൂടെ നൂൽ കടത്തി അഡ്രസ് ടാഗ് ഉപയോഗിച്ച് വേണം സീൽ ചെയ്യാൻ. ഇതിൽ പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഏജന്റുമാരും ഒപ്പുവയ്ക്കുകയും വേണം. അല്ലേ? അതെ. ഇനി അവസാനത്തെ ചോദ്യം. വോട്ടെടുപ്പ് കഴിഞ്ഞ് മെഷീനുകൾ സീൽ ചെയ്ത് ഈ സാമഗ്രികളെല്ലാം ഡിസ്പാച്ച് സെന്ററിലേക്ക് അല്ലെങ്കിൽ കളക്ഷൻ സെന്ററിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന യാത്രയെക്കുറിച്ചാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട വലിയൊരു ഡ്യൂട്ടിയാണ് കഴിഞ്ഞത്. എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടാവും. തിരികെ മടങ്ങുമ്പോൾ ഒന്ന് ഫ്രഷ് ആകാനോ ഭക്ഷണം കഴിക്കാനോ വണ്ടി എവിടെയെങ്കിലും നിർത്താൻ സാധിക്കുമോ? തീർച്ചയായുമില്ല. ഇതിനെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ മനസ്സിലാകും. മുൻകൂട്ടി നിശ്ചയിച്ച വാഹനത്തിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുള്ള റൂട്ടിലും മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാവൂ. വഴി മാറി പോകാൻ പാടില്ല അല്ലേ? യാതൊരു കാരണവശാലും പാടില്ല. ഈ റൂട്ടിൽ നിന്ന് വ്യതിചലിക്കാനോ മറ്റു സ്ഥലങ്ങളിൽ പോകാനോ പാടില്ല. തെരഞ്ഞെടുത്ത സാമഗ്രികളുടെ കസ്റ്റഡി സുതാര്യമായിരിക്കണമെന്നത് ജനാധിപത്യത്തിൽ വലിയൊരു ആവശ്യകതയാണ്. യാതൊരു കാലതാമസവും ഇല്ലാതെ കളക്ഷൻ സെന്ററിൽ സാധനങ്ങൾ ഏൽപ്പിക്കണം. അപ്പോൾ അവിടെ ഏൽപ്പിച്ചാലേ ഡ്യൂട്ടി കഴിയൂ? അതെ. മെറ്റീരിയലുകളെല്ലാം നിശ്ചയിക്കപ്പെട്ട കൗണ്ടറിൽ ഏൽപ്പിച്ച് അവിടെ നിന്ന് റിലീവിംഗ് ഓർഡർ വാങ്ങിയ ശേഷം മാത്രമേ നിങ്ങൾ സ്വതന്ത്രരാകുന്നുള്ളൂ. ഒരു പ്രിസൈഡിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തങ്ങൾ എത്രത്തോളം കൃത്യത ആവശ്യപ്പെടുന്നതാണെന്ന് ഈ ചർച്ചയിലൂടെ വളരെ വ്യക്തമാണ്. മെഷീനുകൾ ഏറ്റുവാങ്ങുന്നത് മുതൽ അവ സീൽ ചെയ്ത് തിരികെ ഏൽപ്പിക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടവും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട നിയമങ്ങൾക്ക് വിധേയമായാണ് നടക്കുന്നത്. സംശയമുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ സെക്ടർ ഓഫീസറുമായോ റിട്ടേണിംഗ് ഓഫീസറുമായോ ചോദിച്ച് പരിഹരിക്കാവുന്നതേയുള്ളൂ അല്ലേ? കൃത്യമായി മനസ്സിലാക്കി ചെയ്താൽ വളരെ ലളിതമായി പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ ഈ പ്രക്രിയകൾ മുഴുവനും. വസ്തുതകളിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് പ്രധാനം. ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിച്ച്
വളരെ മികച്ച രീതിയിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. നേർവഴിയിലൂടെയുള്ള സുതാര്യമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും.